അപ്പോൾ ഇതേ സണ്ണിച്ചൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എടുക്കാത്ത സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ പൊക്കി പറയണതല്ല. അപ്പം അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. ഓ അടിപൊളി പാലക്കാടൻ ബ്രേക്ക്ഫാസ്റ്റ് രക്ഷയില്ല. അപ്പോ കടലക്കറി ഒഴിച്ചിട്ട് മണാലി വരെ ഇപ്പൊ പോയില്ല പോവില്ല കേട്ടാ. നാളെ പോയാലോ? നാളെ പോയാലോ? പിന്നെ ഗോവയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ഇഷ്ടംപോലെ ഷെഡുകള്, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങള്, ഇഷ്ടംപോലെ കൊത്തുമോട്ട എല്ലാരും ഉണ്ട്. ആൾക്കാർ പറയാം ഒന്നും കിട്ടാനില്ല പറഞ്ഞു. ഇവരെ എനിക്ക് തോന്നുന്നു പുറം ലോകം പലരും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇവര് പറയുന്നത് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ. അറിയുന്ന ആൾക്കാരും പറയാത്തോണ്ടായിരിക്കും. ഇതൊക്കെ കോഴികളുടെ ഷെഡുകളാന്ന് തോന്നുന്നു. 22 രൂപ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് 22 രൂപ. ഗ്രാമശ്രീ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് ഞാനുള്ളത് പാലക്കാടാണ് കേട്ടോ. ഇവിടെ ജിയോ മച്ചാനുണ്ട്, കൂടെ പ്രവീണുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ പാലക്കാട്ടേക്ക് പോവാണ്. പാലക്കാട്ടേക്കല്ലല്ലോ പോണേ, തിരൂര് പോവാണ്. മുട്ട കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആലത്തൂരൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു സ്ഥലം. ആഹാ, പച്ചപ്പും പരവതാനിയും വിരിച്ച പാലക്കാടിന്റെ മണ്ണ്. അതെ, ആ മണ്ണ് കാണാനായിട്ട് ഒക്കെ കറുത്തുള്ള ഇരിക്കേണ്ടത്. പിന്നില് സൂര്യനുള്ള കാരണം ഇപ്പൊ എല്ലാവരും വെളുത്തിരിക്കണം. അപ്പോൾ ഞങ്ങള് ഇവിടെ ഒന്ന് ജസ്റ്റ് ഈ സ്ഥലം കണ്ട് പോകുന്ന ഇറങ്ങിയതാണ്. സാധനം കാണാൻ ആൾക്കാർ മൂത്രം ഒഴിക്കാനൊന്നല്ല കേട്ടോ. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാടും പ്രദേശമാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാണ്. നിങ്ങൾ മുന്നേക്ക് പോ, ഞാൻ പിന്നാലെ വരാം. പറയാൻ പറ്റില്ല. എന്തായാലും ഈ പോസ്റ്റൊക്കെ ഈ ദിവസങ്ങളിൽ അടുത്തുകൊണ്ട് കുഴിച്ചിട്ടാ എന്താ. പോ മുന്നേക്കാട് ധൈര്യമായിട്ട്. ഇല്ല പോട്ടെ. അപ്പൊ ആ ചെടീനെ കാണാനായിട്ട് പോകണ്ട. നമ്മൾ വന്ന വഴിക്ക് കുറെ സ്ഥലത്ത് കണ്ടിരുന്നു അടുപ്പിച്ച്. പക്ഷെ ഇവിടെ കുറച്ചുള്ളൂ. എന്നാലും അതെ, നല്ല സ്ഥലത്തൊന്നും ഇറങ്ങിയില്ല. ധൈര്യവാൻ അവൻ ചവിട്ടിട്ട് ആ ചവിട്ടോണ്ട് കറക്റ്റ് കൊത്തുന്നത്. ആൾക്കാർ ശരിക്കും രാവിലെ തന്നെ അപ്പിടാൻ പോകുന്നതാണ് വഴിയിലട്ടാ. നമ്മളെത്തി. അതാണ് എന്താല്ലേ രാവിലെ തന്നെ ഓരോരോ ആഗ്രഹങ്ങള്. മതിയാ? അത് മുള്ളുള്ള എന്ത് സാധനം തോന്നും അല്ലേ? നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോട്ടെ. ഇവിടെ എന്തായാലും ഇറങ്ങല് നടക്കില്ല. ചൊറിയണ്ട. പിന്നെ പക്ഷെ ഇതിലേക്ക് കാണുന്നില്ല ക്ലിയർ ആയിട്ട്. അപ്പൊ നമ്മളങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്ടോ തിരൂരിലേക്ക്. രാവിലെ ഒരു 5:30-5:45 ഇപ്പൊ ഇറങ്ങിയില്ലല്ലേ? 6 മണി നിങ്ങളിറങ്ങി. എന്റെ വീട്ടിൽ അപ്പൊ ഒരു 5:45 കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതെ, മുട്ട വാങ്ങാനായിട്ട് തിരൂരിലേക്ക്. കോഴിമുട്ട വാങ്ങാൻ തിരൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല വഴിയല്ലേ? സൂപ്പർ വഴി. പക്ഷെ ഇടയിൽ പാലമണിയും കൂടിയാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേടാ സാധനം ഇവിടെ കിട്ടും. നല്ല സ്ഥലം കിട്ടും. ഞാൻ കിട്ടിയില്ല. ഞാൻ എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് വേണമെങ്കിൽ ഈ ഏരിയയിലൊക്കെ കുറെ ഉണ്ടെന്ന് തോന്നാ ചെടി. ഞങ്ങളങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. കടയുടെ പേരറിയില്ല. റെക്കോർഡിംഗ് ആണ്. ഹോട്ടൽ ബാക്കിയുള്ളത് തമിഴിൽ എഴുതിയേക്കണേ. ഹോട്ടലിൽ തന്നെ ആയിരിക്കില്ല തമിഴിൽ എഴുതിയേക്കണേ. അപ്പം എവിടെയാണ് നമ്മൾ ചായ പിടിക്കാൻ പോകുന്നത്?
ചെറിയ കട, നല്ല പഴമ. കഴിക്കാണ്ടിരിക്കല്ലേ ചേട്ടാ പൊങ്കടലക്കറി. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ചായക്കട കയറണം കേട്ടോ. നമ്മുടെ ഒരു ഇങ്ങനത്തെ ഉണ്ടാവും കേട്ടോ. പൊങ്കടലക്കറി 3 പേര്. ഉച്ചക്കലത്തെ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ കാലത്ത് ഫുഡ് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിക്കണം. രാവിലെ ഇപ്പോൾ കഴിക്കണമെന്നൊരു സംശയത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചക്കലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്കും ഇടുവോടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചോറ് കഴിച്ചിട്ടിരുന്നാൽ പോരെ, ചോറ് കഴിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മുടെ അപ്പവും കടലക്കറിയും ചായയും എത്തിയിട്ടുണ്ട്. അപ്പം ഇനി കഴിക്കാം. അതെ, ഇനി കഴിക്കാം. അപ്പം അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. നല്ല ഭക്ഷണമായിരുന്നു. ഓ അടിപൊളി പാലക്കാടൻ ബ്രേക്ക്ഫാസ്റ്റ്, രക്ഷയില്ല. അപ്പോ കടലക്കറി ഒഴിച്ചിട്ട് പക്ഷെ കടയ്ക്ക് പേരില്ല. ചേട്ടാ കടയ്ക്ക് പേരില്ലേ? KVS എന്നുണ്ട കടയുടെ പേര്. സെയിം കട തന്നെ കയറി ഉണ്ടായത്. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭക്ഷണം ഉണ്ടായിട്ടോ, നല്ല ഭക്ഷണം, നാടൻ ഭക്ഷണം കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര്, ഞാൻ എൻ്റെ ഏട്ടനാണ് നടത്തുന്നത്. ഷാനവാസ് എന്ന് പറയും. അതാ ഇത് യൂട്യൂബിൽ ഷാനവാസ് ജയം പറഞ്ഞ അടിച്ചു കഴിഞ്ഞ പേര്. ഓക്കെ ഷാനവാസിൻ്റെ ജയൻ്റെ ഷാനവാസ് എന്ന് പറഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചു പേര്. ഇവിടെ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ട് പോകാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഭക്ഷണം. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും. കുറഞ്ഞേരും നരങ്കറി അങ്ങനെയെല്ലാം കേട്ടോ. ഓക്കെ 360. അപ്പം ഇനി ഇവിടെ നിന്ന് പോട്ടെ. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ മുട്ട വാങ്ങാൻ പോണു. അതെ, നമ്മൾ മുട്ട വാങ്ങാനുള്ള യാത്ര വീണ്ടും തുടങ്ങാണ്. സൂര്യൻ അങ്ങനെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. സൂര്യൻ അവിടെ എത്താറാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. ക്രിയേറ്റർ സബ്മിറ്റ് M4Tech ഒഫീഷ്യൽ. ഇങ്ങനത്തെ കടയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. നല്ല പഴമ നിലനിർത്തുന്ന നല്ല കട. അതും പക്ഷെ കട ഭയങ്കര ചെറുതുണ്ട്. 2 ടേബിളും 4-5 കസേരയും മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്ങനെ മുതലാവണോ അവർക്ക്? 2 വല്യമ്മമാരാണ് അവിടെ ഭക്ഷണം വിളമ്പാനൊക്കെ നിൽക്കുന്നതും ഇലയിലാണ് ഭക്ഷണം തരുന്നതും. അപ്പൊ നമ്മുടെ മുന്നിൽ കൂടെ ഒരു ആനവണ്ടി പോണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ആനയുടെ തൊട്ട് പിന്നിലെത്തിയിരിക്കുന്നു. ആനയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് തയ്യാറാക്കിയിരിക്കുന്ന ലോറി. അതെ, ആന കമ്പിമ ചാരിയൊക്കെ പോണത്. കമ്പി ബാക്കിൽ മാത്രമേ ഉള്ളൂ, 2 സൈഡിലും മരക്കഷ്ണം വെച്ചാണ്. അതെ അല്ലേ, ശരി. അവരുടെ ചാരി നിക്കണം കേട്ടോ, ഒരു വെറൈറ്റി അല്ലേ. കറുത്ത ലോറിയും കറുത്ത ആനയും വർണ്ണന കൊള്ളാം. അങ്ങനെ നമ്മളിതാ ആനേനെ ഓവർടേക്ക് ചെയ്യുന്നു. അതായത് മുന്നിക്ക് പോയ ആനയുടെ പേരെന്താണെന്ന് അറിയില്ല. ആരെങ്കിലും മനസ്സിലായെന്നുണ്ടെങ്കിൽ ബാക്ക് വശം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ, ഫ്രണ്ട് ചെറുതായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നറിയാം. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ആനപ്രേമികൾക്ക് പെട്ടെന്ന് ഒരു ബാക്ക് കണ്ടാലും മനസ്സിലാവും. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടാ. അപ്പം അങ്ങനെ വന്ന് ഇതേ തിരൂർ എത്താറായിട്ടാ. 10 കിലോമീറ്റർ. അതെ, 10 കിലോമീറ്റർ. മുട്ട പറക്കാനായിട്ട് ഇനി 10 കിലോമീറ്റർ കൂടി ഉള്ളൂ. പക്ഷെ തലയ്ക്കൊക്കെ ആകെ എന്തോ പോലെ വണ്ടിയുടെ പിന്നിലിരുന്നിട്ട് ഇങ്ങനെ എന്താണ് മറ്റേ സാധനത്തിന് പറയാ, പിന്നെ കിറുക്കി അതെ, തലയ്ക്ക് എന്തോ പോലെ. അപ്പം ഒന്ന് പുറത്തിറങ്ങിയാണ്.
അപ്പൊ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ആടലോടകം നിൽക്കണ കുറെ. മുമ്പ് ചുമയൊക്കെ വന്ന സമയത്ത് ഈ സാധനം ഞാൻ കുറെ അന്വേഷിച്ച് നടന്നുണ്ട്, അപ്പൊ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ നിൽക്കണം. വേണ്ട, അറിയാണ്ട് വേലിയാണ്. എന്നാ പിന്നെ പോവല്ലേ? പോവാം. തലയൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ഇച്ചിരി നേരം കൂടി കഴിഞ്ഞാൽ ഞങ്ങള് അവിടെ എത്തും, മുട്ടയെടുക്കണ സ്ഥലത്ത്. വീണ്ടും വഴിയിൽ ഇതേ ആന വണ്ടി. അതെ, കാണാൻ പറ്റണടാ. 2 വണ്ടിയിലും ആനയുണ്ട്. ഈ വണ്ടിയിലും ആനയുണ്ട്, ആ വണ്ടിയിലും. ഇപ്പുറത്തൊരു വണ്ടിയിൽ അതിലും ആനയുണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റണില്ല, കാണാൻ പറ്റിയില്ല. ഇവിടെ എന്തോ ആനയുടെ എന്തോ പരിപാടി നടക്കാൻ പോകണമെന്ന് തോന്നുന്നു. കുറെ ആനകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. എന്തോ ഉത്സവമൊക്കെ നടക്കണമെന്ന് തോന്നുന്നു, ആന ഉത്സവം. അപ്പോൾ ഇവിടെ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടോ. ഇവിടെ കുറേ കോഴികളുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ കോളേജ് ഓഫ് അവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റ്, അവിയൻ എന്നല്ലേ, അവിയൻ എന്തായാലും അവിടെയാണ് എത്തിയേക്കണേ. ഇവിടെയാണ് നല്ല രസം കേട്ടോ കാണാനായിട്ട്. നല്ല ഫുൾ പച്ചപ്പിയും നീലാകാശം. ഓഹോ, ഈ സൈഡിൽ നോക്കിയോ, റൈറ്റ് സൈഡിലും മരങ്ങൾ നോക്കി അവിടെ ഉണങ്ങിയത്. ഞാൻ കാണില്ലോ. ഓ, ദൂരെ ഇടോ, കാണില്ല. ശരിക്കും ഒരു കാട് പോലത്തെ സ്ഥലമാണ് കേട്ടോ. മൊത്തം പനകളും മരങ്ങളും കിളികളുടെ കളകളനാദവും. അങ്ങനെ ഞങ്ങൾ ARS പോൾട്രി ഫാം ആൻഡ് ഹാച്ചറിയിൽ എത്തിയിരിക്കുന്നു. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ഫാക്കൽറ്റി ഓഫ് പൗൾട്രി സയൻസ്. നമ്മളങ്ങനെ സ്ഥലത്തെത്തി. വളർത്തു പക്ഷി ഗവേഷണ കേന്ദ്രം, ലഭ്യമായ സേവനങ്ങൾ. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ, എല്ലാം ഉണ്ട് ഇവിടെ. ശരിക്കും നല്ലൊരു അവയർനെസ് വീഡിയോ ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സർവീസുകളൊക്കെ ഇവിടെ കിട്ടുന്നതായിട്ട് നമ്മൾ. ഞാനിത് സ്ഥലം ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഗവൺമെന്റിന്റെ തന്നെ നമുക്ക് അറിയില്ലായിരുന്നു, ആദ്യമായിട്ടാണ്. 5 ആഴ്ച പ്രായമുള്ള സങ്കരയിനം കോഴികൾ വിൽപ്പനയ്ക്ക്. കോഴികൾ അന്വേഷിച്ച് കിടക്കുന്നവർക്ക് ഇതേ നമ്പർ. കോഴികളിത് ക്രോസ് ബീഡ് ചിക്കൻ ഫോർ സെയിൽ 6 വീക്ക്. ഇതാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. ഫോർ സെയിൽ ഗ്രാമശ്രീ ചിക്കൻ. എല്ലാത്തിൻ്റെയും നമ്പറുണ്ട് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. കാട വിൽക്കപ്പെടും. നമ്പർ കിട്ടിയില്ല എന്നാരും പറയരുത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ ഇവിടെ ഓഫീസ് മാത്രമേ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി മുട്ട കിട്ടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ സ്ഥലമൊന്നും കുറേ പേര് അറിയണില്ല. കുറേ പേര് അറിയണവരുണ്ടാവുമായിരിക്കാം. ഇവിടെ ഇവർ പറയുന്ന ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ. അറിയുന്ന ആൾക്കാരും പറയാത്തോണ്ടായിരിക്കും. ഇതൊക്കെ കോഴികളുടെ ഷെഡുകളാണ്. കുഞ്ഞുങ്ങൾക്ക് 22 രൂപ. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് 22 രൂപ. ഗ്രാമശ്രീ ഇഷ്ടംപോലെ ഷെഡുകൾ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ, ഇഷ്ടംപോലെ കൊത്തുമുട്ട, എല്ലാവരും ഉണ്ട്. ആൾക്കാർ പറയാം ഒന്നും കിട്ടാനില്ല പറഞ്ഞു. ഇവരെ എനിക്ക് തോന്നുന്നു പുറം ലോകം പലരും അറിഞ്ഞിട്ടില്ല തോന്നുന്നു. എന്തോരം ഷെഡ്, ചിക്കൻ യൂണിറ്റ്, ബ്രൂഡർ ഷെഡ്, അത് എന്നും പറഞ്ഞു കുറേ ഉണ്ട്. താറാവും ഉണ്ട്. 22 രൂപയ്ക്ക് എവിടെ കിട്ടാനാണ്? പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ശരിക്കും ഒരു കാട് പോലത്തെ വഴിയുണ്ടോ? അപ്പോൾ അങ്ങനെ ഞങ്ങളിത് മുട്ട കളക്ട് ചെയ്യുന്ന സ്ഥലത്തെത്തി. ശരിക്കും പറഞ്ഞാൽ കാട് പോലുള്ളൊരു ഏരിയ. കാട് തന്നെയാണ് കേട്ടോ. ഇതേ ചുറ്റും കാട് പോലുള്ള സ്ഥലം. അതിൻ്റെ ഉള്ളിലൊരു ബിൽഡിങ്. ഹാച്ചറി, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഹാച്ചറി യൂണിറ്റ്. ഇവിടെയാണ് നമ്മൾ എത്തിയേക്കണേ. അപ്പോൾ കോഴിമുട്ടയൊക്കെ ഇതേ പുറത്തേക്ക് അവർ നമുക്ക് കൊണ്ടുപോകാനുള്ളത് എടുത്ത് സെറ്റാക്കിയിട്ട് കിട്ടാം. എല്ലാ ട്രെയിനും ഫുള്ളില്ലല്ലേ.
അത് താറാമുട്ടയെന്ന് തോന്നുന്നു. താറാമുട്ട ഇത് പക്ഷെ 5 10 ഉണ്ട്. തണ്ണി കൊണ്ടിരിക്കാൻ മുണ്ടൊക്കെ പറഞ്ഞു കാറ്റിലാടും ഞാൻ ഇറങ്ങിട്ടാ ബ്രേക്ക് പിടിക്കട്ടെ. ഓ ഭയങ്കര നിശബ്ദതയുള്ള സ്ഥലം. നല്ല രസമല്ലേ? നല്ലതാ. തലയൊക്കെ കറങ്ങണു. നമുക്ക് അപ്പം അങ്ങനെ നമ്മുടെ കോഴിമുട്ടയൊക്കെ കിട്ടി. ഇതേ വണ്ടിയുടെ പിന്നിലെടുത്ത് വെച്ച് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ഇവിടെ കൊടങ്കലക്കി സോഡ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ജിയോ ഇവിടെ ഇറങ്ങിയേക്കാണ്. കൊടങ്കലക്ക് മസാല സോഡ പറയട്ടെ. അപ്പം മസാല സോഡയാക്കി. ഈ മിഷൻ ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല രസമായി സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ദഹനത്തിനും പിന്നെ ഇതിനൊക്കെ നല്ലതാണ്. ഇതിൽ ഇഞ്ചിയൊക്കെ ഇടില്ല ചേട്ടാ. ഇഞ്ചി അതുപോലെ ചെറുനാരങ്ങ ഇല്ലല്ലോ. ചെറുനാരങ്ങ ഇടും. സോഡ ഒഴിക്കില്ല അതിൻ്റെ സാധനമില്ലേ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വയറിനൊക്കെ ഭയങ്കര ആശ്വാസം വരും. പിന്നെ ഫുഡ് അടിക്കാൻ പറ്റും. ദഹനമൊക്കെ സെറ്റായി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ സാധനം. ഇങ്ങനെ പരീക്ഷണ വസ്തുവൊക്കെ കൊണ്ടുവന്നാണോ? കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കൊടങ്കലക്കി സോഡയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാല് പോലെയുണ്ട്. അവനോ കണ്ണിക്ക് തെറിക്കണല്ലേ? മുട്ടിയില്ലടാ. കണ്ണിലേക്ക് കയറിപ്പോകും അതിൻ്റെ എരു. തെറിക്കണ്. ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടിയും കുടിക്കാനായിട്ട് പോവാണ്. അതെ, എന്നാലും വിശപ്പ് കൂടോ കുറയോ? ആ വിശപ്പ് കൂടുന്നു. എല്ലാം ശരിയോ? വീട്ടിൽ അവള് ചോറും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആ കണ്ണിക്ക് ഭയങ്കരമായിട്ട് തെറിക്കുന്നു. എന്തായാലും നല്ല സൂപ്പർ സോഡയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വിശന്ന് കത്തും. അധികം വീടുകൂടെ നല്ല സൂപ്പർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പം ഇന്ന് ഡയറ്റ് ഫ്രീ ഡേ പ്രമാണിച്ച് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കണം. അപ്പം രാവിലെ ഞങ്ങൾ കാണാൻ പോയ പുല്ലിനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അത് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തെ പുല്ലിനെ അങ്ങനെ കണ്ടുപിടിച്ചു. കൺസ് ഗ്രാസാ? ക്രോമിൽ നോക്കിയപ്പോൾ കണ്ടേ കൺസ് ഗ്രാസ്.
കൊള്ളാട്ടാ, നല്ല ഭംഗിയുണ്ട്. ഇത് രസമാണ്. ഇവല്ല ചൊറിയണ സാധനമാവും. ഇതൊരു ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. ഇതാണ് സാധനം. പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ ഇതെന്തോ പഞ്ഞി പോലെ നിൽക്കണേ. ആ, അകലേന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഹായ്, കൺസ്ഗ്രാസും കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു തന്നെ വഴിക്ക് നമ്മുടെ നിള ഗാർഡനിൽ കയറിയൊക്കെ ഉണ്ടോ, വാണിയമ്പാറയുള്ള നമ്മൾ മുമ്പ് പുല്ലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ ഇത് അവരുടെ വേറെ സൈറ്റാണ്. ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ ആ സൈഡിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നേക്കാണ്. ഹലോ, ജോണിൻ്റെ അതേ മോശമായ നല്ല ബന്ധുക്കാരൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീടെത്തിയിട്ടാ കുറേ നേരത്തിന് ശേഷം. എങ്ങനെയുണ്ട്? ഫൈബർ അല്ല, അലുമിനിയാണ്. എന്ത് ഡ്രൈവിംഗ് മോശം? എവിടെ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ലേ? വെള്ളം. പക്ഷെ അവിടുത്തെ താറാമുട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതൊക്കെ ഇത് നല്ല തനി നാടന വാത്തയല്ല, ഫ്ലൈൻ ഡെക്കിന്റെ മുട്ട പോലെ. പക്ഷെ നല്ല സൈസ് ഉണ്ട്. വലുതാക്കിയിട്ട് വേണം. അപ്പൊ നോക്കൂ, എന്റെ വണ്ടി നോക്കി അഭിപ്രായം പറയും. ബാ ബാ, കൊണ്ടുപോണത് അമ്മ ടി വി കണ്ടിട്ടില്ല. റോയൽ എൻഫീൽഡ് അതൊരു വികാരല്ലേ. ചിലര് ആനന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. ഗാർഡ് കിട്ടിയല്ലേ? ഗാർഡ് സ്ക്രാച്ച് ഒന്നുമില്ലോ. അതെങ്ങനെ ഇന്നലെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് സർവീസിന് വെച്ചെന്താ കാശ് വണ്ടി എടുക്കണ എടുത്ത് കൊടുത്തതാ. സാധനം ഉണ്ടായിരുന്നില്ല. ഈ സാധനം ഫോൺ വെക്കണ്ട. അതന്നെ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ആദ്യം വെച്ചപ്പോ വൈബ്രേഷനുള്ള സാധനം വെച്ചു. അപ്പൊ ഭയങ്കര സൈസ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി ഇതാക്കിയത്. ഗൈറൊക്കെ ഫോണിന്റെ ഗൈറോ കംപ്ലൈന്റ് വരും. എന്നാ അവരങ്ങനെ പറഞ്ഞതാ. പിന്നെ ഞാൻ വലിപ്പം നോക്കിയപ്പോ പക്ഷെ പെട്ടി എനിക്ക് ഇഷ്ടമായിട്ടാ. സൂപ്പറാണോ? കാര്യമായിട്ട് കൊണ്ടുപോകണേ കൊണ്ടുപോകാം. ബാൻഡിഡോസ് താക്കോലൊന്നടി. ഒക്കെ ബാൻഡിഡോസ് തന്നെ ചെയ്തത്. ഫുള്ള് ഈ സൈഡും ഇതെല്ലാം. ഹെൽമെറ്റ് ഞാൻ അവിടെ നോക്കി കുറേ, പക്ഷെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ഇന്നലെ മറ്റേ എൻഫീൽഡിൻ്റെ അവിടെ തന്നെ പോയിട്ട് മേടിച്ചു. ഹെൽമെറ്റ് സെക്യൂർ ആക്കാം. എൻ്റെ ഹെൽമെറ്റ് ഷോട്ട് ഗൺ സംഭവം ഇവിടെ. പക്ഷെ ഇത് വെയിറ്റാ, സ്ട്രോങ് സാധനമാണ്. അത് പറഞ്ഞ് വെയിറ്റ് എടുത്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനാ. ഓ ഇവിടെ മറ്റേതില്ലേ വൈസറിന്റെ. പക്ഷെ വൈസർ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. വൈസർ അവന് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഈ സാധനം വെക്കാറില്ല? നമ്മളും വെക്കാറില്ല. എന്തായാലും മറ്റേ എവിടെയാ? അതിനൊന്നുമില്ല. അത് 900 രൂപയുടെ ഹെൽമെറ്റ് ആയിരുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വില കൂടിയ ഹെൽമെറ്റ് മേടിക്കുന്നത്. എത്ര രൂപയ്ക്കുണ്ട്? എനിക്ക് എത്ര രൂപയ്ക്ക് ഉണ്ടോ? അത് 5000 രൂപ ഉണ്ടാവോ? 5 താഴെ വരും. എത്ര? 3 മുകളിലും 5 താഴെ ആയിരിക്കും അല്ലേ? മനമേ 8000 രൂപയാണ്. ആണോ? അതറിയാത്തോണ്ട് വാങ്ങിച്ചേ നമുക്ക് അറിഞ്ഞേനെ. 8000 രൂപ ഗ്യാരണ്ടി 6 മാസം ഉള്ളൂ. പക്ഷെ 3 സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതറിയാം. അപ്പൊ 6 മാസം കഴിഞ്ഞ് പൊട്ടി കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനെന്തെങ്കിലും ഇങ്ങനത്തെ ഇന്റേണൽ ഡാമേജ് ഒക്കെ പറ്റിയാൽ അതിന് ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഇത് പിന്നെ ഈ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യാനുള്ള 1000 രൂപ ഹെൽമെറ്റ് ഞാൻ എത്ര വെച്ചോണ്ടിരുന്നത്. അതന്നെ ഉപയോഗിച്ചോണ്ടിരിക്കാറ്. കംഫർട്ട് എപ്പോഴും ഡെയിലി യൂസിന് ഇത് പറ്റൂല. വെയിറ്റ് ഉണ്ട്. ഇത് നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ അടിപൊളിയാ. ഞാൻ ഇവിടെ ലോങ് പോവല്ലേ.
എന്നാ പോണേ രണ്ടുപേരും കൂടി ട്രിപ്പ്. നിങ്ങൾ കാര്യം ചെയ്യും, ഒരു മണാലി അടിക്കും ബൈക്കിന്. ഒരു മാസത്തേക്കുള്ള പിള്ളേര്. ഞാനതൊന്ന് ഓടിച്ച് പഠിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അത് തന്റെ ആകും. അപ്പൊ ഓടെ പോക്കില് വണ്ടി സെറ്റ് ആവും കയ്യില്. മണാലി വരെ ഇപ്പൊ പോയില്ലേ നിങ്ങൾ പോവില്ലട്ടാ. പിന്നെ തിരിച്ചു വരണല്ലോ വണ്ടി. നാളെ പോയാലോ? പിന്നെ ഗോവന്ന് അങ്ങോട്ട് തുടങ്ങും. ഇവിടെ നിന്ന് ആദ്യം തന്നെ ചാലക്കുടി ട്രിപ്പ് വെക്കട്ടെ, അത് കഴിഞ്ഞ് മാള. സമയം ഉണ്ടല്ലോ, ഞാൻ വരാ ദിവസം ട്രിപ്പ് പോവാതില് അതിരപ്പള്ളി പോയിട്ട് വരാം. ഈ സീറ്റിലിരിക്കുന്ന ആള് പക്ക ഓക്കെയാണ്, ഒരു ഇതുമില്ല. പക്ഷെ ബാക്കിലിരിക്കുന്ന ആൾക്ക് വലിയ സുഖം കാര്യമായിട്ട് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടോണ്ടോ ചോദിച്ചിട്ട് ഇപ്പഴേ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ല, അവള് പറഞ്ഞാണ്. ബാക്കിലിരുന്ന് ദൂരം തൃശ്ശൂരിന്നൊക്കെ ഇവിടെ എത്തിപ്പേക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. പക്ഷെ ആ സീറ്റ് ഏത് ആക്റ്റീവ് വെച്ച് നോക്കുമ്പോ നമുക്കെന്നാ വാ. അല്ല ഞങ്ങള് അപ്പതേ സണ്ണിച്ചൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് കിടക്കാച്ച സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ പൊക്കി പറയണതല്ല, സംഭവം അടിപൊളി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനുള്ളതാണ്. ഇനിയും തരേണ്ടതാണല്ലോ. ചിക്കൻ ഉണ്ട്, നമ്മുടെ ബീഫും കായുണ്ട്, പയറ്. എന്താ പയറ് നല്ല പച്ചക്കളർ തന്നെ ആയിട്ടിരിക്കണേ. രണ്ട് വീട്ടിലൊക്കെ വാട്ടുമ്പോ ഞാൻ മഞ്ഞപ്പൊടിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ, വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കിടക്കാച്ചി സർലാസ് ഉണ്ട്. പിന്നെ സർലാസ് കൂട്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അവരെല്ലാവരും ഡയറ്റാ. സണ്ണിചേട്ടനും ഡയറ്റാ. ഡയറ്റ് ഇങ്ങോട്ടായിട്ടുണ്ടോ? ഇന്നത്തെ ദിവസം രാവിലെ പപ്പം കഴിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഡയറ്റ് നഷ്ടപ്പെട്ടുണ്ട്. ബ്രഹ്മചര്യമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ല, രാവിലത്തെ ഡയറ്റ് നഷ്ടപ്പെട്ട കാരണം ഇന്ന് ഫുള്ള് ഭക്ഷണം കഴിഞ്ഞു. നാളെ മുതൽ വീണ്ടും തുടങ്ങും. നാളെ മുതലല്ല, വൈകുന്നേരം തുടങ്ങി. അപ്പൊ ഇനി ഈ കറിയൊക്കെ ബാക്കിയുള്ള കറികൾ എന്തേ സാധിക്കും. രാത്രി പിന്നെ രാത്രി കഴിച്ചിട്ട് രാത്രി കഴിക്കില്ല. നാളെ മുതൽ ഡയറ്റ് കണ്ടിന്യൂ. അല്ല പിന്നെ 2 നേരം കഴിക്കട്ടെ, 100 നേരം മാത്രം വായിക്കൊരു തീരുന്നു അല്ലേ? പക്ഷെ അതൊക്കെയുള്ളൂ അല്ലേ? പക്ഷെ വയറിന് എന്തെങ്കിലുമൊക്കെ പറ്റും ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്യാം. ഗ്യാസ് അപ്പൊ അങ്ങനെ നമ്മുടെ സ്റ്റീവ് കുഞ്ഞ് എത്തിയിട്ടുണ്ട്. ഗ്രേസിന്റെ ഫാനാണ് ശരിക്കും ജിയോ. ഇവനിതില്ല, ഗ്രേസ് ആണ് ജിയോ. പ്രവീൺ മച്ചാൻ ജിയോ മച്ചാനും. കൊച്ചിനെ സെറ്റാക്കട്ടെ വീഡിയോ കാണാനായിട്ട്. ഒരു വ്യൂവറാണ് മുന്നിലുണ്ടായിരുന്നു. ശരി, ഓക്കെ, ബൈ ബൈ. ടാറ്റ, ബൈ ബൈ. അപ്പൊ ഓക്കെ, ടാറ്റ. അങ്ങനെ ഇങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലോ, ബാക്ക് പോ. ഇതില് പോവാ. അപ്പൊ ഓക്കെ. അപ്പം അങ്ങനെ അവർ തിരിച്ചു പോയി. ഗ്രേസിനാണ് ജിയോനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആള്. സ്റ്റീവിനെ അങ്ങനെ പരിചയമായിട്ടില്ലല്ലോ. പക്ഷെ ഗ്രേസ് വരാൻ ഇനി സമയമുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ അവർക്ക് സമയമില്ല. അപ്പോൾ വേറെ ദിവസം കാണാമെന്ന് പറഞ്ഞ് പോയത്. ഗ്രേസ് ശരിക്കും പറഞ്ഞാൽ വിഷമാവൂട്ടാ. ഗ്രേസ് രാവിലെ നേരത്തെ എനിക്ക് കാണാമെന്നൊക്കെ വിചാരിച്ചു, അപ്പോൾ അവർ എത്തിയിട്ടുണ്ടായില്ല.
അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ആയിരുന്നു ഇത്ര നേരത്തെ വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. ബൈ ബൈ. സ്റ്റീവി ബൈ ബൈ പറയണ്ട, പറയടാ ഒരു ബൈ ബൈ. മുടി വെട്ടണം ശിവന്റെ.